إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെയും അതുപോലെ തന്നെ സൂറത്തു നിസായിലൂടെയും മുൻകഴിഞ്ഞ സമൂഹങ്ങളെ മുൻനിർത്തി ഖുർആനിന് മുമ്പ് കിതാബ് നൽകപ്പെട്ട വേദക്കാരെ മുൻനിർത്തി ഈ ഉമ്മത്തിന് നൽകുന്ന ശക്തമായൊരു താക്കീതുണ്ട്. അതിപ്രകാരമാണ്: അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി, ഉമ്മത്തിനെ ഉണർത്താൻ വേണ്ടി പറയുന്നു. ഖുൽ, പറയുക നബിയെ, യാ അഹ്ലൽ കിതാബ്. ഇതിൽ ആദ്യ അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ കാലഘട്ടത്തിൽ, ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേദക്കാരോടാണെങ്കിലും അന്നത്തെ സാക്ഷാൽ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും വക്താക്കളായിരുന്ന ജൂത നസാറാക്കളോടാണെങ്കിലും ഇത് കേൾക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മുസ്ലിമിനും ഈ താക്കീത് ബാധകമാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ്, പറയുക നബിയെ, വേദക്കാരെ വിളിച്ചുകൊണ്ട് പറയുക, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. ഗൈറൽ ഹഖ്, സത്യത്തിനെതിരായി, ദീനായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കെതിരായി, ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിൽ പടച്ചുണ്ടാക്കി നിങ്ങൾ ദീനിൽ അതിര് കവിയരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ضلوا മിൻ ഖബൽ, മുൻപ് വഴിപിഴച്ചുപോയ ഒരു സമൂഹം അവർ അവരുടെ മാർഗമായി സ്വീകരിച്ച തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. മുൻപ് വഴിപിഴച്ചു പോയ സമൂഹത്തിന്റെ തന്നിഷ്ടങ്ങളെ, തോന്നിവാസങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അവരവരുടെ തന്നിഷ്ടങ്ങളും തോന്നിവാസങ്ങളുമായി ദീൻ കൊണ്ടാടി, ദീൻ ആചരിച്ചു, നിങ്ങൾ അതിനെ പിൻപറ്റരുത്. വഅദല്ലു കസീറ, അവരങ്ങനെ തോന്നിവാസം പ്രവർത്തിച്ചു വഴികേടിലായി എന്നത് മാത്രമല്ല, വഅദല്ലു കസീറ, ധാരാളം ജനങ്ങളെ അവർ വഴികേടിലാക്കുകയും ചെയ്തു. വദല്ലു അൻ സവാഇ സബീൽ, ദീനിന്റെ നേരായ മാർഗത്തിൽ നിന്ന് അവർ ബഹുദൂരം ദുർമാർഗത്തെ പ്രാപിക്കുകയുമുണ്ടായി.
ഇങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോയ, സ്വയം പിഴച്ചവരായി തീർന്ന, തന്നിഷ്ടങ്ങളെ പിൻപറ്റിയവരായിരുന്ന ധാരാളം ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ച് അവരെ പഴപ്പിക്കുകയും ചെയ്ത, ദീനിൽ അന്യായമായി, ദീനിലില്ലാത്തത് പടച്ചുണ്ടാക്കി സത്യത്തിനെതിരായി ദീനിൽ അതിരുകവിഞ്ഞ വേദക്കാരെ പോലെ നിങ്ങളാകരുത് എന്നു പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ഈ ആയത്തിലൂടെ ഉണർത്തുകയാണ്. സമാനമായ ആയത്ത് സൂറത്തുൻ നിസാഇൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, ഇതിൽ അഭിസംബോധിതർ വേദക്കാരാണെങ്കിലും പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവെ പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള ഈ ഉമ്മത്തിലെ ഓരോ അംഗത്തിനും ഇതിലെ വിലക്ക് ബാധകമാണ്. മുൻകഴിഞ്ഞ വേദക്കാർ ദീനിൽ അതിരുകവിഞ്ഞതുപോലെ അതിരുകവിയാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ വിലക്ക് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടത് മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും ബാധകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ, സുനനുൻ നസായിയിലും സുനൻ ഇബ്നു മാജയിലും ഈ ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. ഹദീസ് വിശാരദന്മാർ സ്വഹീഹ് എന്ന് വിലയിരുത്തിയ പ്രസിദ്ധമായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ വിളിച്ചു പറയുന്നു, വഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിൽ അതിരുകവിയുന്നത് സൂക്ഷിക്കണം. ദീനിൽ അതിരുകവിയുന്നതിനെ നിങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കണം. ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങളുടെ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചത്, അവർ വഴികേടിലായത്, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷയിറങ്ങാൻ കാരണമായി തീർന്നത്, പരലോകത്തവർ നരകത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടാൻ ഹേതുകമായി തീരുന്നത്, അവരുടെ ദീനിലില്ലാത്തത് അവർ പടച്ചുണ്ടാക്കി ദീനിൽ സംഭവിച്ച അതിരുകവിച്ചലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പ്രത്യേകമായി താക്കീത് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളം തിന്മകൾ വിലക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹികമായ തിന്മകൾ, വൻപാപങ്ങൾ, മദ്യവും മദ്യപാനവും പലിശയും വ്യഭിചാരവും കൊള്ളരുതായ്മകളും അന്യായമായി യതീമിന്റെ ധനം ഭുജിക്കലും, ഇങ്ങനെ തുടങ്ങി ഏതൊരു മനുഷ്യനും തിന്മയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ധാരാളം തിന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി നമുക്ക് ഹദീസിൽ വായിക്കാൻ സാധിക്കും. ഈ ഹദീസിൽ ദീനിന്റെ പേരിൽ നന്മയായി നല്ലതായി ആചരിക്കപ്പെടുന്ന അതിരുകവിച്ചൽ, ദീനിലില്ലാത്തത് ദീനിൽ പടച്ചുണ്ടാക്കൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല സമൂഹങ്ങളുടെ നാശത്തിന് ഹേതുവായി എന്ന് പറയുമ്പോൾ, നന്മകളുടെ രൂപത്തിലും നാശവും ശിക്ഷയും ഫിത്നയും അദാബും നമ്മെ പിടികൂടുമെന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ദീനിലെ അതിരുകവിച്ചലുകളാണ് ബിദ്അത്തുകളുടെ രൂപത്തിൽ, ദീനിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാസം നാം പ്രത്യേകം പറയാതെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാമല്ലോ, ഈ രംഗത്ത് നമ്മുടെ നാട്ടിൽ ദീനിൽ കടത്തിക്കൂട്ടുന്ന ബിദ്അത്തുകളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ നടപ്പിലാക്കുന്ന പുത്തൻ കാര്യങ്ങളും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കറിയാമായിരുന്നു, അവിടുത്തെ സ്വന്തം ദേഹത്തെക്കാളേറെ സ്നേഹിക്കേണ്ടുന്ന മുസ്ലിമീങ്ങൾ ആ സ്നേഹത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അതിരുകവിയുമെന്ന്. നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോടുള്ള അന്ധമായ സ്നേഹം, അധമമായ അഭിനിവേശം, അത് കൃത്യമായ വിവരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലല്ലെങ്കിൽ നമ്മെ ചിലപ്പോൾ ഒരു ഭ്രാന്തനാക്കി തീർക്കും. അതല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതൊരു പൊതു തത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരെക്കാളും എന്തിനേക്കാളും സ്വന്തം ദേഹത്തെക്കാളും അവൻ സ്നേഹിക്കാൻ കടപ്പെട്ടവൻ. അല്ലാഹു പറഞ്ഞതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് സ്വദേഹങ്ങളെക്കാൾ അടുത്തവനാണ്. നമ്മൾ പഠിച്ച പാഠമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മുസ്ലിം ഉമ്മത്തിലെ ഓരോരുത്തരെയും ഈമാൻ പൂർത്തിയാകാൻ സ്വന്തം ദേഹത്തെക്കാൾ അവിടുത്തെ സ്നേഹിക്കണമെന്ന് അവിടുന്ന് ഓതി തന്നതാണ്. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിന് പരിധി നിശ്ചയിച്ചു, അളവ് നിശ്ചയിച്ചു. അതിനപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതിര് കവിയാതിരിക്കാൻ അവിടുന്ന് ബോധപൂർവം മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ മിമ്പറിൽ കയറി നിന്ന് പ്രസംഗിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ ഹദീസ് നിവേദനം ചെയ്യുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഇബ്നു മറിയം. നിങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമൂഹം അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തിയേക്കരുത്. അമിതമായി എന്നെ പുകഴ്ത്തുന്നതിൽ, എന്നെ മദ്ഹ് പറയുന്നതിൽ നിങ്ങൾ അതിര് കവിയരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, ഞാൻ ഇലാഹല്ല. ഈസാ നബിയുടെ വിഷയത്തിൽ അവിടുത്തെ സമൂഹം അതിര് കവിഞ്ഞത് എങ്ങനെയാണ്? അല്ലാഹു അയച്ച അവന്റെ അടിമയും റസൂലുമായിരുന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാക്ഷാൽ നസാറാക്കൾ ഇലാഹാക്കി, മൂന്നിലൊരുവനായി പ്രഖ്യാപിച്ചു. സാലിഫു സലാസ. ഇങ്ങനെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതിലേക്ക് ക്ഷണിക്കാൻ വന്ന ഈസാ നബിയെ പിടിച്ചവർ അള്ളയാക്കി. ഈസാ നബിയെ പുകഴ്ത്തുന്നതിൽ അവർ അതിര് കവിഞ്ഞു. ഇതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ അമിതമായി പുകഴ്ത്തി അതിര് കവിയരുത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, എനിക്ക് അനുവദിച്ചു തരേണ്ടുന്ന പദവി, എനിക്ക് നിങ്ങൾ നൽകേണ്ടുന്ന പുകഴ്ത്തലുകളുടെ, മദ്ഹുകളുടെ പരിധി, ഫഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, ഞാൻ ഇലാഹല്ല, ഞാൻ റസൂലാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ എന്നെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത്, നിങ്ങൾ എന്നെ കുറിച്ച് പാടിപ്പുകഴ്ത്തേണ്ടത് ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പരാമർശിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശേഷിപ്പിക്കേണ്ടതിന്റെ പരിധി നിശ്ചയിച്ചു. അതിനപ്പുറത്തേക്ക് എന്നെ പുകഴ്ത്തി പൊക്കേണ്ടതില്ല. ഈസാ നബിയെ പൊക്കി പുകഴ്ത്തി ഈസാ നബിയെ ഇലാഹാക്കി നസാറാക്കൾ വാഴിച്ചതുപോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നോക്കൂ നിങ്ങൾ, ഈ സമ്പ്രദായം തങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവർ ജീവിച്ചിരുന്ന പുണ്യപുരുഷന്മാർ, സ്വാലിഹീങ്ങൾ, അവരുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ് നശിച്ചുപോയ ജൂതനസാറാക്കളുടെ പാരമ്പര്യം മുസ്ലിം ഉമ്മത്ത് ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, വിചിത്രമായി, വൈകൃതങ്ങളായി പേറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായ സ്വരത്തിൽ ശക്തമായി താക്കീത് ചെയ്ത ഹദീസ് എത്ര തവണയാണ് നമ്മൾ കേട്ടത്? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസ്, നമുക്ക് സുപരിചിതമായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ളവരുടെ നടപടിക്രമങ്ങളെ, മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, ലതത്തബിഉന്ന. സാമാന്യ അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അവിടെ ആ പ്രയോഗത്തെ ഊട്ടിയുറപ്പിക്കുന്ന തഅക്കീദ് ലാമ കൊണ്ടും ശേഷം വന്ന് നൂന് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷാപരമായി തന്നെ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, കട്ടായമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മളതിന് വേദനയോടെ സാക്ഷിയാകുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഷിബ്രൻ ബിഷിബ്രിൻ എന്നിട്ട് അവിടുന്ന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മുൻകാല സമൂഹങ്ങളെ ഉമ്മത്ത് അനുകരിക്കുന്നത്? ഷിബ്രൻ ബിഷിബ്രിൻ, ചാണിന് ചാണായി, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി, അച്ചട്ടായി ഈ ഉമ്മത്ത് മുൻകാല സമൂഹങ്ങളെ അനുകരിക്കും, പിൻപറ്റും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിചിത്രമായ ഉപമ പറയുന്നു, ചിന്തനീയമായ ഉപമ. ഹത്താ ലൗ സലകൂ ജുഹ്റ ദബ്ബിൻ ലസലക്തുമൂഹു. അവരെങ്ങാനും മുൻകാല സമൂഹങ്ങൾ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് പ്രവേശിച്ചതെങ്കിൽ, അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക, ഈ ഉമ്മത്തും അവർക്കു പിന്നാലെ ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിക്കുന്നവരായി നിങ്ങൾ കാണും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് ആ പ്രയോഗത്തിലെ അത്ഭുതം? ഉടുമ്പിന്റെ മാളം അറിയുന്നവർക്കറിയാം, അത് വളരെ ഇടുങ്ങിയ മാളമാണ്, മാത്രമല്ല ശക്തമായ ഇരുട്ടാണതിൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അസഹനീയമായ ദുർഗന്ധവും ആ മാളത്തിൽ ഉണ്ടാകും. ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് ദുർഘടമായ, ഇരുട്ടുപേറുന്ന, ദുർഗന്ധം വമിക്കുന്ന വിചിത്രമായ
വൈകൃതങ്ങൾ പേറുന്ന ഒരു വഴിയിലേക്കാണ് ജൂതനസാറാക്കൾ നിങ്ങൾ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അതിനെ ചാണായി മുടത്തിന് മുഴമായി അച്ചേലക്ക് അനുകരിച്ച് പിൻപറ്റുന്ന സമ്പ്രദായം ഈ ഉമ്മത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ജന്മദിനാഘോഷങ്ങൾ, ആണ്ടാഘോഷങ്ങൾ, ഖബറാരാധനകൾ, ജാറ വ്യവസായങ്ങൾ, ദർഗാ പൂജകൾ, ആൾ ദൈവാരാധനകൾ ഇതാരുടെ ബാക്കിപത്രമാണ്? ആരുടെ സംഭാവനകളാണ്? ജൂതനസാറാക്കളുടെ മുൻകാല സമൂഹങ്ങളുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്നുവേണ്ട സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഭക്ഷണമര്യാദയിൽ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ നിന്റെ ഹെയർ സ്റ്റൈലിൽ, നിന്റെ പാൻസിൽ, നിന്റെ വസ്ത്രധാരണത്തിൽ, നിന്റെ ഇടിച്ചത്തിൽ, നിന്റെ നടത്തത്തിൽ, നിന്റെ കോപ്രായങ്ങളിൽ, നിന്റെ കാട്ടിക്കൂട്ടലുകളിൽ മുഴുവൻ ജൂതനസാറാക്കളെയാണ് ഈ പറഞ്ഞതുപോലെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി മുസ്ലിം ഉമ്മത്ത് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വൈകൃതമായ വൈചിത്രമായ എന്തവർ പ്രവർത്തിച്ചാലും മുസ്ലിം ഉമ്മത്ത് അതിന്റെ പിന്നാലെ ഉണ്ടാകും. ഒന്നാമതായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. അൻസാരി വനിതയായ റുബൈ ബിൻത് മുഅവ്വിദ് അവരുടെയും മഹാനായ സഹാബി ഇയാസ് ഇബ്നുൽ ബുഖൈർ അൽ-ലൈഥി റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുടെയും നിക്കാഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധുവിന്റെ വീട് സന്ദർശിക്കാൻ പോയി, കല്യാണക്ഷണം സ്വീകരിച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത, സ്ത്രീത്വത്തിന്റെ പ്രകടഭാവങ്ങളില്ലാത്ത ചെറിയ പെൺകുട്ടികൾ, അവര് ദഫ്മുട്ടി പാട്ടുപാടുകയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിസ്റ്റുകൾ മ്യൂസിക്കിനെ, സംഗീതത്തെ ഹലാലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട തെളിവാണിത്. സകല സ്ത്രീകൾക്കും റോട്ടിലും പൊതുവേദിയിലും ഇറങ്ങി പാടാനും ആടാനും എല്ലാം തെളിവുദ്ധരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട സംഭവമാണിത്. ഒരു സ്ത്രീ എന്നുള്ള നിലക്കുള്ള വിശേഷണങ്ങൾ പേരാത്ത ചെറിയ പെൺകുട്ടികൾ, ദഫ് എന്താണെന്ന് നമുക്കറിയാം, അതുപയോഗിക്കാൻ മാത്രമാണ്. എന്തെങ്കിലും വാദ്യത്തിന്റെ അകമ്പടി ഇസ്ലാമിൽ തെളിവ് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാനോ വാദ്യോപകരണങ്ങൾ സംഗീതവും ഹലാലാക്കാനോ ഇതിൽ യാതൊരു തെളിവുമില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ചെറിയ പെൺകുട്ടികൾ അവര് ദഫ്മുട്ടി പാടുകയാണ്. ബദറിൽ കൊല്ലപ്പെട്ട ഷഹീദായ തങ്ങളുടെ പിതാക്കന്മാരുടെ വർണ്ണനകൾ പറഞ്ഞുകൊണ്ട്, അവർ നഷ്ടപ്പെട്ടതുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ദഫ്മുട്ടി പാടുകയാണ്, കവിത ആലപിക്കുകയാണ്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി നബിയെ കുറിച്ച് വിശേഷിപ്പിച്ചു ഒരു വരി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, ഞങ്ങളിലേക്ക് നിയുക്തനായ നബി, നാളെക്കുറിച്ചറിയുന്ന, ഭാവി പ്രവചിക്കാൻ സാധിക്കുന്ന, ഗൈബറിയാവുന്ന നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ കുട്ടി പാടി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി തിരുത്തി, ലാ തഖൂലി ഹകദാ, മോളെ നീ അങ്ങനെ പറയരുത്, വഖൂലി മാ കുൻതി തഖൂലീൻ, നിങ്ങൾ ഇതുവരെ പാടിയതിൽ കുഴപ്പമില്ല, അത് തുടർന്നുകൊള്ളൂ. വേറെ ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ തിരുത്തി, അമ്മ ഹാദാ ഫലാ തഖൂലു, ഈ പറഞ്ഞ വാക്കിനി പറയരുത്, മാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെക്കുറിച്ച് അറിയാവുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് ഈ വാചകം ഇനി പറഞ്ഞേക്കരുത്. നോക്കൂ നിങ്ങൾ, നേർക്കുനേരെ നബിക്ക് യോജിക്കാത്ത, നബിക്ക് അർഹതയില്ലാത്ത, നബിയുടെ സ്ഥാനത്തേക്കാൾ നബിയെ നബിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന വിശേഷണങ്ങളുടെ വാചകങ്ങൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പോലും തിരുത്തുകയുണ്ടായി. വൽഇയാദു ബില്ലാഹ്, ഇന്നത്തെ മൗലീദിന്റെയും ഇന്നത്തെ മാലകളുടെയും ഇന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മദ്ഹാലാപനങ്ങളുടെയും ഈരടികൾ കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തിരുത്തും? ഇർതകബ്തു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന വരികൾ, റസൂലുള്ളാഹിയോട് പാപമോചനത്തിന് ഇറക്കുന്ന വരികൾ, ഖുൽ ബിയദി ഖല്ലത് ഹീലതി, എന്റെ പാപങ്ങൾ എന്നെ നശിപ്പിച്ചു കളഞ്ഞു, എന്റെ കരങ്ങൾ പിടിക്കൂ നബിയെ, എനിക്ക് സുരക്ഷയാകൂ, എന്നെ രക്ഷിക്കൂ. നബിക്ക് നേർക്കുനേരെ ഇസ്തിഗാസയും ഇസ്തിആദയും അർപ്പിക്കുന്ന വരികൾ, വാചകങ്ങൾ കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിലക്കും? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹതയില്ലാത്ത ഒരു വാചകം പുകഴ്ത്തലായി കേട്ടപ്പോൾ
അവിടുന്ന് തിരുത്തുകയുണ്ടായി. നബിക്കറിയാമായിരുന്നു അതിൽ മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് അരിച്ചു കയറുമെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മറ്റൊരിക്കൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടകരമായൊരു സംഭവം സംഭവിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ സമാധാനത്തിൽ സന്തോഷത്തിൽ നബിയോടൊത്ത് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചതുപോലെ ആ സംഗതി നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ അമർഷത്തോടെ അവിടുന്ന് തിരുത്തി, അജഅൽതനി ലില്ലാഹി അദ്ലൻ, വേറെ ചില റിവായത്തുകൾ അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അല്ലാഹുവിനോട് സമമാക്കിയോ? ബൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയൂ. അല്ലാഹുവോടൊപ്പം ചേർത്ത് അല്ലാഹുവും ഞാനും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞേക്കരുത്. വേറെ ചില റിവായത്തുകൾ കാണാം, ഖുൽ മാഷാ അല്ലാഹു സുമ്മ ശാഅ ഫുലാൻ, അല്ലാഹു ഉദ്ദേശിച്ചത് പിന്നെ മറ്റുള്ളവരും പിന്നെ ഇന്നാലിന്നവരും ഉദ്ദേശിച്ചത് എന്ന് പറയുക. അല്ലാഹുവോടൊപ്പം എന്നെ ചേർത്ത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. മാഷാ അല്ലാഹ് എന്ന വാചകത്തോടൊപ്പം അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വരെ നീ എന്നെ അല്ലാഹുവിനോട് വാചകത്തിൽ സമമാക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. വാക്കിൽ വരുന്ന വിശ്വാസത്തിൽ കലരാത്ത ശിർക്കിന്റെ ധ്വനിയാണത്, ലാഞ്ചനയാണത്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വരികളിലും ആലാപനങ്ങളിലും സ്തുതികീർത്തനങ്ങളിലും നബി സ്നേഹത്തിന്റെ പേരിൽ പാടുന്നവയിലുമെല്ലാമുള്ള വരികൾ എത്ര കടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടുന്ന് എത്ര ഗൗരവമായ സ്വരത്തിൽ അതിനെ തിരുത്തുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല സഹോദരങ്ങളെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണത്താൽ, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കാരണത്താൽ അദ്ദേഹം നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്. വേറെ ചില റിവായത്തുകളിൽ അദ്ദേഹം നബിയുടെ പേര് വിളിക്കാതെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ സയ്യിദനാ വബ്ന സയ്യിദിനാ വഖൈരിനാ വബ്ന ഖൈരിനാ, ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ നേതാവിന്റെ മകനെ, ഞങ്ങളിലെ ഉത്തമനെ, ഞങ്ങളിലെ ഉത്തമരുടെ മകനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, പ്രത്യക്ഷത്തിൽ ഈ വാചകത്തിൽ എന്ത് അബദ്ധമാണുള്ളത്? നബിയെ അവിടുത്തെ ഉമ്മത്തിലെ നേർക്കുനേരെ കണ്ട ഒരു സ്വഹാബി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ നേതാക്കളുടെ മകനെ എന്ന് വിളിച്ചാൽ എന്തു തെറ്റാണുള്ളത്? ഞങ്ങളിലെ ഉത്തമരെ, ഞങ്ങളിലെ ഉത്തമരുടെ പുത്രനെ എന്ന് വിളിച്ചാൽ എന്തു തെറ്റാണുള്ളത്? തെറ്റുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം വരെ തിരുത്തി. ചില റിവായത്തുകൾ കാണാം, അസ്സയ്യിദ് എന്ന അല്ലാഹുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. അസ്സയ്യിദുല്ലാഹു തബാറക വ തആല, എല്ലാ അർത്ഥത്തിലുമുള്ള മഹത്വവും അധികാരവും നേതൃത്വവും പദവിയും പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവിന് മാത്രമാണ്. അസ്സയ്യിദ് അല്ലാഹു മാത്രമാണ്. അസ്സുദദുത്താം അല്ലാഹുവിന് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരർത്ഥത്തിൽ നേതാവ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാമെങ്കിലും അസ്സയ്യിദ് എന്ന് അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇതിനു മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ, ഈ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ വാചകത്തെ മുൻനിർത്തി കൂടെയുള്ള സഹാബത്തിനെ ഉണർത്തുകയാണ്. യാ അയ്യുഹന്നാസ് അലൈക്കും ബിതഖ്വാക്കും ഖൂലു ബിഖൗലിക്കും, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെക്കുറിച്ച് ഇതുവരെ പറഞ്ഞ വാക്ക് എന്താണോ അത് മാത്രം മതി എന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോഗിക്കേണ്ടത്, അത് മാത്രം മതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുന്നു, വലാ യസ്തഹ്വിയന്നകുമു ശൈത്താൻ, എന്നെ പുകഴ്ത്തുന്നതിൽ, എനിക്ക് സ്തുതി പറയുന്നതിൽ നിങ്ങളെ ശൈത്താൻ വശീകരിച്ചു വഞ്ചിക്കാതിരിക്കട്ടെ, എന്നെ പുകഴ്ത്തുന്നതിൽ അതിര് കവിയുന്ന രൂപത്തിലേക്ക് ശൈത്താൻ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാതിരിക്കട്ടെ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, എന്നെ ഖൈറെന്നോ ഇബ്നു ഖൈറെന്നോ സയ്യിദെന്നോ ഇബ്നു സയ്യിദെന്നോ നിങ്ങൾ വിളിക്കേണ്ടതില്ല. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല. മറിച്ച് അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദാണ്. അബ്ദുല്ലാഹി വ റസൂലു, അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ വിളിക്കേണ്ടതില്ല. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു വാചകം കൂട്ടിച്ചേർക്കുകയാണ്, വല്ലാഹി വല്ലാഹി, അല്ലാഹു സത്യം, മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലത്തി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജൽ, അല്ലാഹു എനിക്ക് അനുവദിച്ചിരുന്ന സ്ഥാനത്തേക്കാൾ എന്റെ സ്ഥാനത്തെ നിങ്ങൾ പൊക്കുന്നത്, ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
അല്ലാഹു സത്യം, നേതാവേ, നേതാവിന്റെ മകനെ എന്ന് വിളിച്ച സ്വഹാബത്തിനെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ തിരുത്താണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള യഥാർത്ഥ സ്നേഹം, അവിടുത്തോടുള്ള യഥാർത്ഥ ഇത്തിബാ, അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ പകർത്തേണ്ടുന്ന രൂപം നബി പഠിച്ചിടത്ത് വാക്കിൽ പോലും, നബിയെ പുകഴ്ത്തുന്നിടത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വാചകങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു വെച്ച പരിധിയിൽ നിൽക്കുക എന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള യഥാർത്ഥ ഇത്തിബാഇന്റെ യാഥാർത്ഥ്യം. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ വാചകത്തിന്റെ താല്പര്യം. അല്ലാഹു ഇത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അൽ അസ്വദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഇമാം അഹ്മദിന്റെ ഹദീസ് സമാഹാരമായ മുസ്നദിൽ സ്വഹീഹായി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ബന്ധിയായി ഒരു കാഫിറായ വ്യക്തിയെ പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ആ മനുഷ്യനെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി പിടിക്കപ്പെട്ടപ്പോൾ, തടവുകാരനായി കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഖേദമുണ്ടായി, പശ്ചാത്താപ ബോധമുണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക് വല അതൂബു ഇലാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് എന്റെ കഥകാല ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചോദിക്കുന്നു. നിന്നോട് ഞാൻ തൗബ ചെയ്യുന്നു റബ്ബേ. വല അതൂബു ഇലാ മുഹമ്മദിൻ, മുഹമ്മദിനോട് ഞാൻ തൗബ ചോദിക്കുന്നില്ല. കാരണം തൗബ സ്വീകരിക്കാൻ അർഹൻ അല്ലാഹു മാത്രമാണ്. തൗബ ഇറക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ് എന്ന ബോധം, ഇസ്ലാമിന്റെ കാതലായ വിശ്വാസത്തിന്റെ അടിത്തറ ആ മനുഷ്യനിലുണ്ടായി. അതുകൊണ്ട് ഞാൻ മുഹമ്മദിനോട് തൗബ ചോദിക്കുന്നില്ല, അല്ലാഹുവേ നിന്നോട് ഞാൻ തൗബ തേടുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. എങ്ങനെ? അറഫൽ ഹഖ്ഖ ലി അഹ്ലി. അതേ, തൗബ സ്വീകരിക്കാൻ യോഗ്യതയും അർഹതയുമുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്ന സത്യം ഈ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു. സത്യത്തിനർഹനാരാണ്, യാഥാർത്ഥ്യം അതിനർഹതയുള്ളതാരാണ് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ഇല്ലാതെ പോകുന്ന തിരിച്ചറിവിന്റെ യാഥാർത്ഥ്യത്തിന്റെ പരമസത്യമാണിത്. അർഹതയുള്ളവർക്ക് വകവെച്ചു നൽകുക. ആരാധനക്കർഹൻ, ഇബാദത്തിന്റെ ഏതംശത്തിനും അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന പരമമായ പച്ചയായ ഇസ്ലാമിന്റെ കാതലായ അടിത്തറയാകുന്ന തൗഹീദിന്റെ യാഥാർത്ഥ്യം ഇന്നും മുസ്ലിം ഉമ്മത്തിൽ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നവർക്ക് തക്ബീർ ധ്വനികൾ മുദ്രാവാക്യമായി അന്തരീക്ഷത്തിലേക്ക് വാക്ചരങ്ങളിലൂടെ തൊടുത്തുവിടുന്നവർക്ക് അറിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ വേദനിപ്പിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണം കൂടി ചർച്ച ചെയ്യേണ്ടുന്ന മാസമാണിത്, റബീഉൽ അവ്വൽ മാസം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണശയ്യയിൽ, അവിടുത്തെ അവസാന വേളയിൽ, അവിടുന്ന് ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന അവസാന നിമിഷാർദ്ധങ്ങളിൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അന്തിമ വസിയ്യത്തുകളിൽ പോലും പ്രകടമായ സ്ഥിരപ്പെട്ട വാചകങ്ങളിൽ ഒന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും നിവേദനം ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടടുക്കവേ അവിടുന്ന് വേദന കടിച്ചമർത്തി കിടക്കുകയാണ്, മരണത്തോട് മല്ലിടുകയാണ്. അവിടുത്തെ ശരീരത്തിൽ മൂടിയിട്ടിട്ടുള്ള ഒരു പുതപ്പ് അവിടുന്ന് മുഖത്തേക്ക് വലിച്ചിടും. വേദന സഹനീയമാകുമ്പോൾ, ശ്വാസം മുട്ടുമ്പോൾ, ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ അവിടുന്ന് മുഖത്ത് നിന്ന് അത് സ്വയം നീക്കും.
ആ സന്ദർഭത്തിൽ അവസാന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് താക്കീത് നൽകിയ ഗൗരവത്തിലുള്ള താക്കീത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതനസാറാക്കൾക്ക് മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെടട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഖബറുമായി ബന്ധമില്ലാത്തൊരു ആരാധനയില്ല. ഏത് നന്മയും ഏത് ദിക്റും ഏത് സ്വലാത്തും സാക്ഷാൽ ഹജ്ജിന് പോകണമെങ്കിൽ വരെ ജാറങ്ങളാകുന്ന ജാറങ്ങൾ, മനുഷ്യ പേക്കോലങ്ങളെ, മൃതശരീരങ്ങളെ, മറമാടിയ മൺകൂടകൾ സിയാറത്ത് ചെയ്ത് പുണ്യം തേടി ബറക്കത്തെടുത്തിട്ട് ഹജ്ജിന് വരെ പുരോഹിത മുസ്ലിയാക്കന്മാർ പാമര സമൂഹത്തെ മഹത്തായ ഹജ്ജിന് വരെ പറഞ്ഞയക്കുന്നുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തുകളിൽ ജൂതനസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണമായി അവിടുന്ന് പഠിപ്പിച്ചു. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ മസ്ജിദുകളായി സ്വീകരിച്ചു. ചില മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിക്കും, നമ്മള് മഖബറിന്റെ മേൽ, ജാറത്തിന്റെ മേൽ പള്ളികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പറഞ്ഞതിനർത്ഥം എല്ലാ ജാറത്തിന്റെയും മുകളിൽ പള്ളികൾ ഉണ്ടാക്കിയാൽ, മസ്ജിദുകൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ വിലക്ക് ബാധകമെന്നല്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സ്വീകരിക്കപ്പെടുന്ന ഏതിടവും, അത് ഭൂമിയിൽ എവിടെയാണെങ്കിലും അത് മസ്ജിദായി ഹദീസുകളുടെ വെളിച്ചത്തിൽ പരിഗണിക്കപ്പെടും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, നന്മ ചെയ്യാൻ, ദിക്റോ സ്വലാത്തോ സ്വദഖയോ ദുആയോ പ്രാർത്ഥനകളോ എന്തുമാകട്ടെ, അള്ളാഹുവിനുള്ള ഭയമോ പ്രതീക്ഷയോ എന്താണെങ്കിലും, ആരാധനയുടെ ആന്തരികവും ബാഹ്യവുമായ ഏത് രൂപമാണെങ്കിലും ഖബറിടങ്ങളിൽ പോയി മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ജാറങ്ങളിലും മഖബറുകളിലും പോയി മുസ്ലിം ഉമ്മത്ത് സമർപ്പിക്കുന്നുണ്ടോ ഇല്ലേ? എങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ജൂതനസാറാക്കളുടെ നാശത്തിന് കാരണമായ ശാപവാക്ക് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അവസാന വേളയിൽ വരെ ഇത് ഗൗരവത്തിൽ താക്കീത് നൽകിയത്? യുഹദ്ദിറു മാ സനഉ, ജൂതനസാറാക്കൾ എടുത്ത ഈ പണിയുണ്ടല്ലോ, അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കാൻ, പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള ഇടമാക്കാൻ, നന്മയുടെ കേദാരമാക്കാൻ അവർ ചെയ്ത ഈ പണിയുണ്ടല്ലോ, അത് ഈ ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ അവരെ താക്കീത് ചെയ്യാനാണ് അവസാന വേളയിൽ വരെ നബി ഇത് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില റിവായത്തുകളിൽ കാണാം, വലൗലാ ദാലിക ഉബ്രിജ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ അയ്യുത്തഖദ മസ്ജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ സ്ഥാപിച്ചു? എന്തുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് പുറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സംഭവിക്കാതിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല സമൂഹക്കാർ അവർ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ തന്റെ ഖബറും ഈ ഉമ്മത്ത് ആരാധന കേന്ദ്രമാക്കുമോ എന്ന് ഭയപ്പെട്ടതിനാലാണ്, സ്വഹാബികൾ ഭയപ്പെട്ടതിനാലാണ്. രണ്ട് വിശദീകരണം കാണാം. നബി തന്നെ ഭയപ്പെട്ടതുകൊണ്ട് നബി എന്തു പറഞ്ഞു? അവസാന സമയത്ത് ഈ പ്രവൃത്തിയെ വിലക്കി. അപ്പോൾ സ്വഹാബികൾ മനസ്സിലാക്കി, നബിയുടെ ഖബർ പൊതുജനങ്ങൾക്ക് സാമാന്യമായി എപ്പോഴും സന്ദർശിക്കാൻ പറ്റുന്ന രൂപത്തിൽ പൊതു ഇടത്താക്കുകയായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ നമ്മുടെ നാട്ടിൽ ആചരിക്കപ്പെടുന്ന, ഖബറിന്റെ പേരിൽ നടമാടപ്പെടുന്ന ബിദ്അത്തുകളൊന്നും അവിടെ സംഭവിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയത്ത് കാരണമായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഈ മഹാബിദ്അത്തിൽ നിന്നും ശിർക്കിലേക്കുള്ള മാർഗത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതെങ്ങനെ പ്രകടമാക്കണം, അതിന്റെ യാഥാർത്ഥ്യം ഏത് രൂപത്തിൽ നമ്മൾ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നമ്മൾ ഈ മിമ്പറിൽ തുടർച്ചയായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ മസ്ജിദ് നമുക്കറിയാം, അത് ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ, ഈത്തപ്പന തടികൾ തൂണായി അലങ്കരിക്കപ്പെടുന്ന, ലാളിത്യം തുളുമ്പുന്ന മസ്ജിദായിരുന്നു. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മസ്ജിദ് ഓർക്കുമ്പോൾ, അതിന്റെ പശ്ചാത്തലമായി ഓർക്കുമ്പോൾ നമുക്ക് ആ മസ്ജിദിനെ കുറിച്ച് ഓർമ്മ വരും. ഈ ആധുനിക കാലഘട്ടത്തിൽ മോലമേഞ്ഞ ഒരു മസ്ജിദ്
നമ്മളതിന് സാക്ഷികളായിരുന്നു. ഇതിന് സമാനമായ ഒരു ഓല മേഞ്ഞ, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ ഈത്തപ്പന തടികൾ തൂണായി അലങ്കരിക്കപ്പെടുന്ന മസ്ജിദ്, ആ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഖുതുബ നടത്തിയിരുന്നത്, മിമ്പറിൽ കയറി ഖുതുബ നടത്തിയിരുന്നത്. നബിയുടെ മിമ്പർ എന്ന് പറഞ്ഞാൽ പറയത്തക്ക മിമ്പറല്ല, ഈത്തപ്പന തടി തൂണായി അലങ്കരിച്ച മസ്ജിദിലെ ഒരു തടിയിൽ, ഒരു ഈത്തപ്പന തടിയിൽ ചാരി നിന്നുകൊണ്ടാണ്, അതിനവലംബിച്ചുകൊണ്ടാണ് നബി ഖുതുബ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പുതിയ മിമ്പർ നിർമ്മിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ കയറി ഖുതുബ നടത്തുന്നു. സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അപ്പോഴതാ ചില ഹദീസുകളിൽ കാണാം, പൂർണ്ണ ഗർഭവതിയായ ഒട്ടകം, അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു നേർത്ത ശബ്ദം, ഒരു വിങ്ങൽ, ഒരു തേങ്ങൽ. അതല്ലെങ്കിൽ ചില റിവായത്തുകൾ കാണാം, അനീന സ്വബി, കുട്ടികൾ ഏങ്ങലടിക്കുമല്ലോ, സങ്കടം ഉള്ളിലൊതുക്കി ഏങ്ങലടിക്കുന്നത് പോലെ ഒരു ഏങ്ങൽ, ഒരു തേങ്ങിക്കരച്ചിൽ നബിയും സ്വഹാബത്തും ഒരുപോലെ കേൾക്കുകയാണ്. ഉടനടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്നിറങ്ങി റസൂലുള്ള നേരത്തെ ചാരി നിന്നിരുന്ന ആ പഴയ ഈത്തപ്പന തടി, ആ തടിയുടെ അടുക്കലേക്ക് പോയി അതിനൊന്ന് കൂട്ടിപ്പിടിച്ചു. നബി അതിനെ ഒന്ന് കൂട്ടിപ്പിടിച്ചു, കൈ അതിലേക്ക് ചേർത്ത് വെച്ചു, ഒന്ന് അണച്ചു വിട്ടു. അത് ശാന്തമായി. ആ ഈത്തപ്പന തടി ഉണ്ടാക്കിയ ഒച്ചയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ വഹീന്റെ വചനാമൃതങ്ങൾ അത് തന്നിൽ നിന്ന് ഒരൽപ്പം അകല വിദൂരത്തായപ്പോൾ നിർജീവമായ, മനുഷ്യന്റെ കണ്ണിൽ കൽബും കാതും കണ്ണുമില്ലാത്ത ഈത്തപ്പനത്തടിക്ക് പോലും പ്രയാസമുണ്ടാക്കിയെങ്കിൽ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അത് അഭിമാന്യയായി കൊതിച്ചാഗ്രഹിച്ച് അഭിലഷിച്ചുവെങ്കിൽ, മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാറുണ്ടായിരുന്നതാണ്. താബിയായ ഹസനുൽ ബസ്രി, ഫഅൻതും അഹഖു അൻ തസ്താഖു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജിദ്അ, ഒരു ഈത്തപ്പനത്തടിക്ക് റസൂലുള്ളാഹിനോടുണ്ടായിരുന്ന ഇഷ്ടവും അഭിവാഞ്യയും ആഗ്രഹവും അവിടുത്തെ സാന്നിധ്യത്തെ അഭിലഷിക്കുകയും ചെയ്തതിനേക്കാൾ മനുഷ്യ, മുസ്ലിമേ, കൽബും കണ്ണും കാതും ഹൃദയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അനുയായികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും അവിടുത്തെ സാന്നിധ്യത്തോടുള്ള കൊതിയും ഉണ്ടാകുന്നില്ലേ? നിങ്ങൾ അതിനേക്കാൾ കടപ്പെട്ടവരാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവിടുത്തേക്ക് ഇറങ്ങിയ വഹ്യ് നമ്മിലേക്ക് ഇറങ്ങുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വഹ്യ് നിലച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിക്കാൻ, അവിടുത്തെ സാന്നിധ്യം നമുക്കുണ്ടാകാൻ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചില്ല. പക്ഷേ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവിടുത്തെ സംസാരങ്ങളുമായി സഹവസിക്കാൻ സാധിക്കും, ഹദീസുകളിലൂടെ, അവിടുത്തെ സുന്നത്തുകളിലൂടെ. അതുകൊണ്ട് സമ്പന്നമാക്കപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ രചിച്ച കിതാബുകളുടെ പഠനത്തിലൂടെ, ദീനിന്റെ വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളും വചനാമൃതങ്ങളും ജീവിതത്തിൽ പകർത്തിയെടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് സുന്നത്തിനോട് സഹവസിക്കാൻ സാധിക്കും, മുഹമ്മദുർ റസൂലുള്ളാഹി സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതാകുന്നു യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം എന്നാവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.